വേദങ്ങളുടെ സന്ദേശം ത്രൈതവാദമാണെന്നും ജീവാത്മാവ്, പരമാത്മാവ്, ജഗത്ത് ഇവ അനാദി സത്തകളാണെന്നും ആര്യസമാജക്കാർ പറയുന്നു. അവരുടെ വാദഗതികൾ ഞാൻ താഴെ എഴുതട്ടെ. ജൈനമതത്തെ ഖണ്ഡിക്കാൻ വേണ്ടി ശങ്കരാചാര്യർ സൃഷ്ടിച്ചെടുത്ത സിദ്ധാന്തമാണ് മായാവാദം. 4 വേദസംഹിതകളിൽ മായാവാദത്തെക്കുറിച്ച് പരാമർശമില്ല. വേദസംഹിതകളിൽ ഒരിടത്തും 4 മഹാവാക്യങ്ങളെക്കുറിച്ച് പരാമർശമില്ല. ഇവ ഉപനിഷത്ത് വചനങ്ങളാണ്. ഉപനിഷത്തും ബ്രാഹ്മണങ്ങളും വേദങ്ങളല്ല. മോക്ഷം പ്രാപിച്ച ജീവാത്മാവ് പരാന്തകാലത്തിന് ശേഷം തിരിച്ചു വരുന്നു. ബ്രഹ്മം മാത്രമാണ് സത്യമെന്നും ജീവനും ജഗത്തും മിഥ്യയാണെന്നുമുള്ള അഭിപ്രായം വേദസമ്മതമല്ല. അദ്വൈത മതസ്ഥാപനത്തിന് വേണ്ടി ശ്രീ ശങ്കരൻ വേദസംഹിതകളിൽ നിന്ന് പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല. ഇതിനൊരു മറുപടി തന്ന് എന്റെ സംശയം ദൂരീകരിച്ചു തരണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഒന്നാമതായിട്ട് അദ്വൈത സ്ഥാപനം ആചാര്യസ്വാമികൾ ചെയ്തിട്ടില്ല. ഭഗവാൻ ഭാഷ്യകാരൻ ശ്രീ ശങ്കരാചാര്യസ്വാമികൾ ചെയ്തത് അദ്വൈത പ്രചരണമാണ്. അദ്വൈതം അനാദിയാണ്, വേദനിഷ്ഠമാണ്. ഇനി ഏറ്റവും ഖേദകരമായ വസ്തുത, സംഹിതയിൽ നിന്നൊരു മന്ത്രം ഭാഷ്യകാരൻ ഉദ്ധരിച്ചിട്ടില്ല എന്ന് പറയണമെങ്കിൽ അതിന് മറുപടി അർഹിക്കുന്നില്ല. എന്നുവെച്ചാൽ അത്രയ്ക്കധികം മന്ത്രങ്ങളെ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇന്ദ്രോ മായാഭിപുരുരൂപൈര്യതേ എന്നുള്ള മന്ത്രം എത്ര പ്രാവശ്യമാണ് ഭാഷ്യകാരൻ ഉദ്ധരിച്ചതെന്നറിയോ? അവിടെ ഇന്ദ്ര പരമാത്മാ മായാഭിഹി അനേകവിധ മായകളെ കൊണ്ട് പുരുരൂപൈര്യതേ വർദ്ധിച്ച രൂപത്തെ പ്രാപിക്കുന്നു. ഇതന്നെ മായാവാദാണ്. ഇത് സംഹിതേന ഉദ്ധരിച്ചത്. എന്നിട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോ എന്താ ചെയ്യ? അതിന് യാതൊരു നിവൃത്തിയില്ല. ആര്യസമാജത്തിന്റെ പ്രവർത്തനങ്ങളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ഒരു കാലഘട്ടത്തിൽ ഈ ഭാരതത്തെ തീർത്തും വേദത്തിന്റെ പിന്മുറക്കാരി മഹത്തായ പൈതൃക സമ്പത്തിൽ അഭിമാനിച്ച് കഴിയേണ്ടുന്ന നമ്മളെ തീർത്തും ഹിന്ദുധർമ്മത്തിലെ സകല ആശയങ്ങളെയും നിന്ദിച്ച് കൂട്ട മതം മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ആ മതം മാറ്റ പ്രവർത്തനങ്ങളെ ചെറുത്ത് സുശക്തമായ വീര്യമുള്ള ഹിന്ദു ജനതയെ ഉണർത്തുന്നതിൽ മഹർഷി ദയാനന്ദ സരസ്വതി വഹിച്ച പങ്ക് കുറച്ചൊന്നുമല്ല. അതിനെ നമ്മൾ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു. പക്ഷെ അതേ സമയത്ത് ഒരു പ്രസ്ഥാനം എന്നുള്ള രൂപത്തിൽ ശങ്കരാചാര്യരെയും വേദാന്തത്തെയും നിന്ദിക്കുക എന്നുള്ളത് ഇതിന്റെ പ്രവർത്തകര് ഒരു നിത്യത്തൊഴിലാക്കി മാറ്റിയിരിക്കുന്നു. എല്ലാ ആചാര്യന്മാരും പറഞ്ഞതിലെ ആശയങ്ങളെ ഉൾക്കൊണ്ട് അവരോരോ തലങ്ങളിലുള്ള ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട്, വ്യത്യസ്ത ബൗദ്ധിക തലങ്ങളിലുള്ള ജനങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് വിവിധങ്ങളായ സിദ്ധാന്തങ്ങളെ നമുക്ക് തന്നു എന്ന് മനസ്സിലാക്കാനുള്ള ഔചിത്യമെങ്കിലും നമുക്ക് വേണ്ടേ? അതിനു പകരം കിട്ടുന്ന തക്കത്തിനൊക്കെ ശങ്കരാചാര്യരെ അസ്ഥാനത്ത് നിന്ദിക്കുന്ന ഈ പ്രക്രിയ തുടർന്നാൽ അത് എത്ര മാരകമായ ഒരു സ്ഥിതിയാണ്. ചിന്തിക്കുക. ഒന്നാമതായിട്ട് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യസ്വാമികൾ ഒരു ആശയത്തെ സ്വന്തം അനുഭവജനിതമായ ദൃഢതയിൽ ഇരുന്നു കൊണ്ട് പറയുമ്പോൾ പോലും ആ പറച്ചിലിനെ സാധൂകരിക്കാൻ വേദമന്ത്രത്തെ ഉദ്ധരിച്ചിട്ടുണ്ട്. പലപ്പോഴും ആ മന്ത്രങ്ങൾ ഏറെയും ഉപനിഷത്താണ്. ഉപനിഷത്ത് വേദത്തിന്റെ അവശ്യ ഭാഗമാണ്. ഉപനിഷത്ത് വേദമല്ല എന്ന് പറയുന്നത് അത്യന്തം സാഹസമാണ്. ഉപനിഷത്ത് വേദമല്ല എന്ന് പറഞ്ഞാൽ കേവലം സംഹിത മാത്രമാണ് വേദം എന്ന് പറയേണ്ടി വരും. അപ്പൊ ഉപനിഷത്തിന്റെ ആള് പറയും സംഹിത വേദമല്ല എന്ന്. എന്താ മറുപടി പറയുക? നീ അങ്ങനെ പറയരുത്, വിഡ്ഢിത്താന്ന് പറയേണ്ടി വരും. എങ്കിൽ ഇതും വിഡ്ഢിത്താന്ന് പറയേണ്ടി വരും. കാരണം സംഹിതാദി ഉപനിഷത്ത് അന്തമായതാണ് വേദം. ഇതാണ് വേദലക്ഷണം. എന്നിരിക്കെ ഞാൻ സ്വീകരിക്കുന്നത് മാത്രം വേദം എന്ന് പറയുന്നത് അബദ്ധമാണ്. തീർത്തും അബദ്ധമാണ്. മായാവാദം എന്നൊന്ന് ശങ്കരാചാര്യർ ഉണ്ടാക്കിയതല്ല, പ്രചരിപ്പിച്ചതാണ്. അത് ഉപനിഷത് സിദ്ധമാണ്, വേദസിദ്ധമാണ്. ആ വേദസിദ്ധമായ വേദനിഷ്ഠമായ സിദ്ധാന്തത്തെ ശ്രുതിയുക്തി അനുഭവങ്ങൾക്കനുസരിച്ച് വ്യാഖ്യാനിക്കുകയാണ് ഭഗവാൻ ഭാഷ്യകാരൻ ചെയ്തത്. ഇനി പറയട്ടെ, ഭാഷ്യകാരന് മുമ്പിൽ
ഗൗഡപാദ ആചാര്യരാണ് ശുദ്ധമായ സമ്പ്രദായ ശുദ്ധിയോടുകൂടി ഈ അദ്വൈത സിദ്ധാന്തത്തെ പ്രകരണമാക്കി നമുക്ക് തന്നത് മാണ്ഡൂക്യ കാരികയിലൂടെ. കേവലം മാണ്ഡൂക്യ കാരിക മാത്രമല്ല, ഉപനിഷത്തുക്കളെല്ലാം ഈ ആശയത്തെ തന്നെയാണ് പറയുന്നത്. ഇത് ശ്രദ്ധയോട് ഭക്തിയോടെ പഠിക്കുക. ഒരാൾ ഏതെങ്കിലും ഒരാശയത്തിൽ ഉറച്ച് അതിനെ മാത്രം സമർത്ഥിക്കാനും മറ്റെല്ലാത്തിനെയും വിമർശിക്കാനും പുറപ്പെട്ടാൽ അത് ചെയ്യാം, അതിന് വിരോധമൊന്നുമില്ല. അതുകൊണ്ട് വേദാന്തത്തിനൊന്നും സംഭവിക്കാനും പോകുന്നില്ല, ശങ്കരാചാര്യ സ്വാമികൾക്കും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ നമ്മൾ വെറുതെ തമസിലേക്ക് പോണോ? ചിന്തിക്കുക. മായാവാദത്തെക്കുറിച്ച് സംഹിതകളിൽ പരാമർശമില്ല. വേദസംഹിതകളിൽ ഒരിടത്ത് 4 മഹാവാക്യങ്ങളെക്കുറിച്ച് പരാമർശമില്ല. എന്ത് വിഡ്ഢിത്താന്ന് ആലോചിച്ച് നോക്കുക. അത് വേദ സംഹിതയിൽ എങ്ങനെയാ മഹാവാക്യം ഉണ്ടാവുക? ഞാൻ പഠിച്ച നിയമപുസ്തകങ്ങളിലൊന്നും ഈ ഹൃദയത്തിന്റെ അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ ഘടനയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അത് പറയാൻ വേറെ സയൻസ് ഉണ്ട്, ഇത് വേറെയാണ്. സംഹിതയിൽ ഉദ്ദേശിക്കപ്പെടുന്നത്, സംഹിതകളെല്ലാം ദേവതാ സ്തുതിപരങ്ങളായ മന്ത്രങ്ങളെ സമാഹരിച്ചു. ഒപ്പത്തിനൊപ്പം അതിൽ പല തത്വചിന്തകളെയും ഉള്ളടക്കിയിട്ടുണ്ട്. അങ്ങനെ പല തത്വചിന്തകളെയും ഉള്ളടക്കിക്കൊണ്ട് ദേവതാസ്തുതിപരമായ മന്ത്രങ്ങളെ പ്രതിപാദിക്കുകയാണ് സംഹിത ചെയ്തത്. ആ സംഹിതയിലെ മന്ത്രങ്ങളെ കൂടി വിനിയോഗിച്ചുകൊണ്ട് പല കർമ്മങ്ങളിലും വ്യാപരിപ്പിക്കുന്നതിന്റെ മാർഗങ്ങളെ ബ്രാഹ്മണങ്ങൾ പറഞ്ഞു തന്നു. ഈ സംഹിതാ ബ്രാഹ്മണാത്മകമായ വേദത്തിലൂടെ ചിത്തശുദ്ധിയും ഏകാഗ്രതയും മനുഷ്യൻ സമ്പാദിച്ച് ആരണ്യകത്തിലൂടെ ഉപാസനാനിഷ്ഠനായി അനന്തരമാകുന്ന വേദത്തിന്റെ അന്തമായ ഉപനിഷത്തിലേക്ക് പ്രവേശിച്ചത്. ഇത് 4 വേദത്തിന്റെ അവശ്യഭാഗങ്ങളാണ്. അതിൽ തത്വചിന്തയ്ക്ക് മാത്രം നീക്കിവെക്കപ്പെട്ട ഭാഗമാണ് ഉപനിഷത്ത്. ദേവതാസ്തുതിക്ക് പ്രായണ നീക്കിവെക്കപ്പെട്ട ഭാഗമാണ് സംഹിത. ക്രിയാകലാപങ്ങളുടെ കർത്തവ്യതയെക്കുറിച്ച് പറയാൻ നീക്കിവെച്ച ഭാഗമാണ് ബ്രാഹ്മണം. ഇത് ഓരോന്നും അതത് കർത്തവ്യം ചെയ്യുന്നു. അതിൽ മഹാവാക്യങ്ങളൊക്കെ ഉള്ളത് ഉപനിഷത്തുകളിലാണ്. ആ ഉപനിഷത്ത് വേദത്തിന്റെ അവശ്യഭാഗവുമാണ്. അതുകൊണ്ട് സംഹിതയിൽ മഹാവാക്യം ഇല്ല എന്നുള്ളത് 100% ശരിയാണ്. അതിനെന്താ ദോഷം? അതിനാണല്ലോ വേദത്തിൽ തന്നെ ഉപനിഷത്തിൽ മഹാവാക്യം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഉപനിഷത്തും ബ്രാഹ്മണങ്ങളും വേദങ്ങളല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും അവരോട് മറുപടി പറയാനില്ല. സന്തോഷം. അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്ന വേദമായിട്ട് നിങ്ങൾ ഇരിക്കുക, ഞങ്ങൾ വിശ്വസിക്കുന്ന വേദം ഇതാണ്. അത്ര മാത്രമേ മറുപടിയുള്ളൂ, അല്ലാതെ മറുപടി പറയാൻ വയ്യ. അത് മാത്രമേ മറുപടിയുള്ളൂ. ശരി, സന്തോഷം. നിങ്ങൾ സംഹിതയാണ് വേദം എന്ന് മാത്രം വിശ്വസിച്ചിരിക്കുക, അതിനനുസരിച്ച് നിങ്ങൾ ആശയപ്രചരണം ചെയ്യുക. ഞാൻ സംഹിതയും ബ്രാഹ്മണവും ആരണ്യകവും ഉപനിഷത്തും അടങ്ങുന്നതാണ് വേദമെന്ന വിശ്വാസത്തിൽ, ആ ദൃഢതയിൽ ഞാനും ഇരിക്കട്ടെ. നമ്മൾ തമ്മിലൊരു അഭിപ്രായ വ്യത്യാസം ഇല്ല. നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോളാം, ഞാൻ എന്റെ പണിയും ചെയ്യുന്നു. അത്രയേ ഉള്ളൂ അവിടെ. അല്ലാണ്ട് ഒന്നും പറയാനില്ല. നേരെ മറിച്ച് ഇത് വേദത്തിന്റെ ഭാഗമാണെന്ന് അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് ചിന്തയ്ക്ക് അവിടെ സ്ഥാനമുള്ളൂ, അല്ലെങ്കിൽ സ്ഥാനമില്ല. ബ്രഹ്മം മാത്രമാണ് സത്യമെന്നും ജീവനും ജഗത്തും മിഥ്യയാണെന്നുള്ള വാദം വേദസമ്മതമല്ല. സന്തോഷം. കാരണം ഉപനിഷത്ത് വേദത്തിൽ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിവൃത്തിയില്ലല്ലോ. അദ്വൈത മതസ്ഥാപനത്തിന് വേണ്ടി ശ്രീശങ്കരൻ വേദസംഹിതകളിൽ നിന്ന് പ്രമാണം ഉദ്ധരിച്ചിട്ടില്ല. ഇത് പറയുന്നവരൊന്ന് ഭാഷ്യം മുഴുവൻ വായിച്ചു നോക്കുക, അത്ര മാത്രമേ പറയാനുള്ളൂ. വേറൊന്നും പറയാനില്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഭാഷ്യം വായിച്ചു നോക്കുക, അപ്പൊ കാണാം എത്രമാത്രം ഭാഷ്യകാരൻ ഉദ്ധരിച്ചിട്ടുണ്ടെന്ന്. പക്ഷെ ശരിയാണ്, കൂടുതൽ ഉപനിഷത്തുക്കളിൽ നിന്നാണ് ഉദ്ധരിക്കുന്നത്.